Hi മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ മാത്സ് ക്ലാസ്. ലെറ്റ്സ് ലേൺ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Today let us discuss our textbook page number 64. There are few activities. 64ൽ കുറച്ച് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. നമ്മൾ അതായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 64. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? പേജ് നമ്പർ 64ലെ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. First activity, Suma has 16 rupees with her. സുമയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 16 rupees with her. സഫീർ has 4 rupees. സഫീറിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 4 rupees. സുമയുടെ കയ്യിൽ 16 rupees ഉണ്ട്. Then സഫീർ has 4 rupees with him. What part of Suma's money does സഫീർ money have? അതായത് സുമയുടെ മണി എന്ന് പറയുന്നത് സഫീറിൻ്റെ വാട്ട് പാർട്ട്, അതായത് ഈ സഫീറിൻ്റെ മണിയുടെ എത്ര പാർട്ടാണ് സുമയുടെ കയ്യിലുള്ള മണി എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഇവിടെ ഫസ്റ്റ് ചോദ്യം പാർട്ടാണ്. നമ്മൾ ടൈംസ് ആദ്യം കണ്ടുപിടിച്ചു, പിന്നെ പാർട്ട് കണ്ടുപിടിച്ചു. നമ്മൾ ഇന്നലെ കണ്ടതാണല്ലേ അങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്? ഒരാളുടെ കയ്യിൽ എത്രയാണുള്ളത്? 16ഉം ഒരാളുടെ കയ്യിൽ 4 rupees. അപ്പോൾ നോക്കിയാലോ മക്കളെ, ബോർഡിൽ നോക്കിക്കേ. ഇവിടെ മണി വിത്ത് സുമയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 16 rupees. മണി വിത്ത് സഫീർ, ദാറ്റ് ഈസ് 4 rupees. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്? വാട്ട് പാർട്ട് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ 4ൻ്റെ എത്ര ടൈംസ് ആണ് 16? നമ്മൾ ഇതിൻ്റെ ആദ്യം നമുക്ക് ടൈംസ് കാണാം. രണ്ടും മിസ് പറയാം. അത് നമുക്ക് ടൈംസ് നോക്കാം. 4ൻ്റെ എത്ര ടൈംസ് ആണ് 16 എന്ന് പറയുന്നത്? മക്കളെ പറഞ്ഞേ, 4ൻ്റെ എത്ര ടൈംസ് ആണ് 16 എന്ന് പറയുന്നത്? നമുക്കറിയാം 4ൻ്റെ 4 ടൈംസ്. അത് നമുക്കറിയാം 1 4s are 4. 1 into 4 എത്രയാണ്? 1 4s are 4. 2 4s are 8. 3 4s are 12. 4 4s are 16. അതായത് 4 ടൈംസ് ആകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 16 കിട്ടുന്നത്. അപ്പോൾ മക്കളെ, മിസ് അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ 4 തന്നെ എഴുതുക എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താണ്? അതിൻ്റെ അടിയിൽ എന്തുണ്ട്? 1 ഉണ്ട്. അതായത് 4 തന്നെ ഒരു നമ്പർ എഴുതുക. അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? 4/1 ആണ്. ഇതിൻ്റെ എത്ര ടൈംസ് ആണ് 16? 4 ടൈംസ് ആണ് 16. ഫ്രാക്ഷനിൽ നമ്മൾ എങ്ങനെ എഴുതുന്നു? 4/1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൻ്റെ 16ൻ്റെ എത്ര പാർട്ടാണ് 4 എന്ന് പറയുന്നത്? അതായത് ഇതിൻ്റെ എന്താണത്? റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? നേരെ തലതിരിച്ചിടുന്നു. 1/4 പാർട്ട്. എത്ര പാർട്ടാണ്? 1/4 പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? അതായത് വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്? സഫീറിൻ്റെ കയ്യിലുള്ള മണിയുടെ എത്ര ഭാഗമാണ് ഈ 4? 16ൻ്റെ എത്ര ഭാഗമാണ് 4 എന്നാണ് ചോദ്യം. 16ൻ്റെ എത്ര ഭാഗമാണ് 4? 1/4 പാർട്ട്. എത്ര പാർട്ടാണ്? 1/4 പാർട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമാസ് ഹാവ്? സഫീറിൻ്റെ കയ്യിലുള്ള മണിയുടെ എത്ര ടൈംസ് ആണ് സഫീറിൻ്റെ കയ്യിൽ എത്ര മണിയാണുള്ളത്? 4 rupees. അതിൻ്റെ എത്ര ടൈംസ് ആണ് 16 എന്ന് പറയുന്നത്? അത് നമ്മൾ കണ്ടുപിടിച്ചു. 4 4s ആണ് 16 അല്ലേ? 4 ടൈംസ് ആണ് എന്ത്? 16 വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് വരുന്നത്? യെസ്, 4 ടൈംസ് എന്ന് എഴുതുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതുന്നു? 4/1 പാർട്ട്. 4/1 പാർട്ട് അല്ലെങ്കിൽ 4/1 ടൈംസ് അല്ലെങ്കിൽ 4 ടൈംസ് എന്ന്. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ നമ്മൾ ടൈംസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്ര ടൈംസ് ആണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ എഴുതാം? 4/1 ടൈംസ് അല്ലെങ്കിൽ 4 ടൈംസ് എന്ന് എഴുതാം. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. മക്കളെ, എന്താ ക്വസ്റ്റ്യൻ? എ ലാർജ് ബാഗ് കണ്ടെയ്ൻസ് 9 kilograms ഓഫ് ഷുഗർ. ഒരു വലിയ ബാഗിൽ എത്ര കിലോഗ്രാം ഷുഗർ ആണുള്ളത്? 9 kilograms ഓഫ് ഷുഗർ. എ സ്മോൾ ബാഗ് കണ്ടെയ്ൻ 6 kilograms ഓഫ് ഷുഗർ. ചെറിയ ബാഗിൽ എത്രയാണുള്ളത്? 6 kilogram. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് ഷുഗർ in the heavier bag is how much times of the lighter bag?
കനം കുറഞ്ഞ ബാഗിനേക്കാളും എത്ര ടൈംസ് കൂടുതലാണ് കനം കൂടിയ ബാഗ് എന്ന്. അതായത് ഷുഗർ ചെറിയ കനം കുറഞ്ഞ സ്മോൾ ബാഗിനേക്കാളും അതിൻ്റെ എത്ര ടൈംസ് ആണ് വലിയ ബാഗിൽ നിന്ന്, ചെറിയ ബാഗിലെ ഷുഗറിനേക്കാളും എത്ര ടൈംസ് ആണ് വലിയ ബാഗിലെ ഷുഗർ എന്ന്. മക്കളെ നമ്മളിവിടെ എന്താ പറഞ്ഞ മിസ്, ഇവിടെ കിലോഗ്രാംസ് ഓഫ് ഷുഗർ ഇൻ ലാർജ് ബാഗ്, വലിയ ബാഗിൽ എത്രയുള്ളത് 9 കിലോഗ്രാം, ചെറിയ ബാഗിൽ എത്രയുള്ളത് 6 കിലോഗ്രാം. ഇതിനേക്കാൾ എത്ര ടൈംസ് കൂടുതലാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ചെറിയ ബാഗിൽ നമ്മൾ ആദ്യം അങ്ങനെ എഴുതുന്നു. വലിയ ബാഗിൽ എത്രയുള്ളത് 9 കിലോഗ്രാം. ഈ 6 ഇത്ര കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എത്ര ടൈംസ് ഉണ്ടെന്ന്. 6 എത്ര ടൈംസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? ഈ 9 6 1 6 R എത്രയാണ്? 1 6 R 6. അതായത് ഈ 9ൽ എത്ര 6 ഉണ്ട്? നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ 9 എടുക്കുക, നിങ്ങളുടെ മൈൻഡിൽ 9 വെക്കുക. 9നകത്ത് എത്ര 6 ഉണ്ട്? ഒരു 6 വരുള്ളൂ. 1 6 R 6. 2 6 ആകുമ്പോൾ എത്ര വരും? 12 വരും. അപ്പൊ 9ന്റെ മുകളിൽ പോകും. നമുക്ക് എത്ര വരെ മതി? 9 വരെ മതി. അപ്പൊ ഒരു വട്ടം എന്താണെങ്കിലും 9നകത്ത് ഒരു 6 എന്താണെങ്കിലും ഉണ്ട് അല്ലേ? 9നകത്ത് എത്ര 6 ഉണ്ട്? 1 6 ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 1 6 നമുക്ക് ഷുവർ ആണ്. ആ 1 6 എന്താണെങ്കിലും 9ലുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഇനി ബാക്കി എത്ര കൂടിയാണ് വേണ്ടത്? ബാക്കി എത്ര കൂടെ നമുക്ക് വേണം? 6 ഓൾറെഡി വന്നു. ഇനി എത്ര കൂടി വേണം? നമുക്ക് എത്ര കൂടെ വേണം? 3യും കൂടി വേണം. 3യും കൂടി വേണം അല്ലേ? നമുക്ക് 3യും കൂടി വേണം. മക്കളെ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഈ 6ന്റെ എത്ര ഭാഗമാണ് 3 എന്ന് പറയുന്നത്? 6നകത്ത് എത്ര ഭാഗമാണ് 3 എന്ന് പറയുന്നത്? 6ന്റെ ഹാഫ് ആണ്. അപ്പം ഒരു ഭാഗം നമ്മൾ ഈ 6ന്റെ ഒരു ഭാഗം നമ്മൾ എടുത്തു. ഇനി 6ന്റെ എത്ര കൂടി വേണം? 6 ഫുൾ ഇനി വേണ്ട. എത്ര മതി? 6ന്റെ പകുതി മതി. 6 നമ്മൾ ഒരു ഭാഗം, ഒരു പ്രാവശ്യം 6 ഇങ്ങോട്ട് ഒരു പ്രാവശ്യം ആക്കിയപ്പോൾ നമുക്ക് ഒരു 6 കിട്ടി. ഇനി ആ 6 ഫുള്ള് വേണോ? 6 ഫുൾ ആകുമ്പോൾ എത്രയാവും? 12 ആവും. നമുക്ക് അത്രയും ആവശ്യമില്ല. 12 ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇനി ഹൗ മച്ച് മോർ നീഡ്? നമുക്ക് വി ഹാവ് നീഡ് ഓൺലി 3. എത്ര വേണം? 3 വേണം. ആ 3 ഇവിടെ ഇനി 9 ഓൾറെഡി 6 എടുത്തു. 9 ആകാൻ വേണ്ടി ഇനി എത്ര കൂടി വേണം? 3യും കൂടെ വേണം. ആ 3 എന്ന് പറയുന്നത് എന്താണ്? ഈ 6ന്റെ ഹാഫ് ആണ്. 6ന്റെ ഹാഫ് ആണ് 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെടുത്തു? 1/2 എടുത്തു. അതായത് ഈ 6ന്റെ എന്താണ്? 1/1 ഭാഗമാണ് എന്ത്? 9 എന്ന് പറയുന്നത്. നമ്മളിത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. നമ്മൾ എങ്ങനെ എഴുതും? 1 2s are 2, 3 2s are അങ്ങനെ നമ്മൾ എഴുതുന്നല്ലേ? 1 × 2 2, 2 + 1 3, 3/2. എത്ര ഭാഗമാണ്? 3/2 ടൈംസ് ആണ് 6. 3/2 ടൈംസ്, അതായത് 6ന്റെ 3/2 ടൈംസ് ആണ് എന്ത്? 9 എന്ന് പറയുന്നത്. മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 9ന്റെ എത്ര പാർട്ടാണ് 6 എന്ന് പറയുന്നത്? ജസ്റ്റ് റെസിപ്രോക്കൽ എത്രയാണ്? 2/3 പാർട്ട്. എത്ര പാർട്ടാണ്? 2/3 പാർട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ എഴുതാം? ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ്. വലിയ ബാഗിലെ ഷുഗർ ചെറിയ ബാഗിൽ എത്ര ടൈംസ് ആണുള്ളത്? 3/2 ടൈംസ്. എത്ര ടൈംസ് ആണുള്ളത്? 3/2 ടൈംസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ വലിയ ബാഗിന്റെ എത്ര പാർട്ടാണ് ചെറിയ ബാഗിലെ ഷുഗർ? എത്ര പാർട്ടാണ് ഇതിന്റെ? എത്ര ഈ വലിയൊരു ബാഗ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ എത്ര പാർട്ടുണ്ട് 6 എന്ന് പറയുന്നത്? 2/3 പാർട്ട്. നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ എത്ര പാർട്ടാണുള്ളത്? 2/3 പാർട്ട്. വൺസ് അഗെയിൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതായത് ചെറിയ ബാഗിലെ ഷുഗറിന്റെ 3/2 ടൈംസ് ആണ് 9 എന്ന് പറയുന്നത്. വലിയ ബാഗിന്റെ 2/3 ഭാഗമാണ് 6 എന്ന് പറയുന്നത്. വലിയ ബാഗ് 9 ആണ്. അതിന്റെ 2/3 പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 3/2 ടൈംസ് 2/3 പാർട്ട്. ഇനി ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? വലിയ നമ്പർ നമ്മൾ മുകളിൽ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി സിമ്പിളായ മെത്തേഡിലൂടെ പഠിക്കണമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 9/6. 9 വലിയ ബാഗ്, ചെറിയ ബാഗ് എത്രയാണ്? 6. 9/6 എന്ന് വന്നു അല്ലേ? ഈ 9/6 നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ കോമൺ ആയിട്ട് ഏതൊക്കെ ഡിവൈഡ് ചെയ്യാം? 3 3s are 9, 2 3s are 6. അപ്പൊ 3/2 വന്നു. നമുക്ക് ഇങ്ങനെയും ചെയ്യാം. നമുക്ക് 3/2 ടൈംസ് കിട്ടിയില്ലേ? 9/6ന്റെ എത്ര ഭാഗമാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? 3/2. ഇതൊരു സിമ്പിൾ മെത്തേഡ് ആണ്. പക്ഷെ നമ്മൾ ആ ഒരു
വഴിക്ക് പോകുമ്പോൾ നേരെ പോകണമല്ലോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ നോക്കുന്നു. പക്ഷെ ഷോർട്ടായിട്ട് നമ്മളിത് മൈൻഡിൽ വെക്കണം. ഇത് നമ്മൾ മൈൻഡിൽ വെക്കണം. 9/6 നമ്മൾ ഷോർട്ടാക്കി എങ്ങനെ വരും? 3/2 എന്ന് വരും. 9/6 3/2. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സി ദ വെയിറ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈസ് 6 കിലോഗ്രാം. വെയിറ്റ് ഓഫ് an iron block is 6 kilogram and the weight of another block is 26 kilogram. The weight of the lighter block is what fraction of that the heavier block? ലൈറ്റർ ബ്ലോക്കിന്റെ എന്ത് ഫ്രാക്ഷൻ ആണ് ഹെവിയർ ബ്ലോക്കിനുള്ളത് വെയിറ്റ്. അപ്പൊ നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ വെയിറ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്സ് ഹൗ മെനി കിലോഗ്രാം? എത്ര കിലോഗ്രാം ആണ് വെയിറ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്സ്? 6 kg. എത്ര kg ആണ്? 6 kg. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താ പറയുന്നത്? വെയിറ്റ് ഓഫ് ആൻ ഹെവിയർ ബ്ലോക്ക്. ലൈറ്റർ ബ്ലോക്കും ഉണ്ട്, ഹെവിയർ ബ്ലോക്കും ഉണ്ട്. അനന്തർ വൺ, അത് ഫസ്റ്റ് വൺ എന്താണ്? കനം കുറഞ്ഞതാണ്, ലൈറ്റർ ആണ്. നെക്സ്റ്റ് വൺ എത്രയാണ്? ഹെവിയർ ആണ്. ഹെവിയർ എത്രയാണ് വന്നിരിക്കുന്നത്? 26 കിലോഗ്രാം. 26 കിലോഗ്രാം. കാരണം ലൈറ്റർ ആയ ബ്ലോക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 6 കിലോഗ്രാം ആണ്. ഹെവിയർ ആയ ബ്ലോക്കിന്റെ എത്ര കിലോഗ്രാം ആണ്? 26 കിലോഗ്രാം ആണ്. മക്കളെ, ഇത് നമ്മൾ ആദ്യം എത്ര പാർട്ടാണ് എഴുതാനാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും മക്കളെ? അപ്പൊ നോക്കിയാലോ, 6 ലൈറ്ററും 26 എന്താണ്? ഹെവിയറുമാണ്. ഈ 6ന്റെ എത്ര ടൈംസ് ആണ് 26 എന്ന് പറയുന്നത് മക്കളെ? 6ന്റെ എത്ര ടൈംസ് ആണ്? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമുക്കറിയാം 1 6 ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 വരുമ്പോൾ 30 വരും. നമുക്ക് ഈ 26ൽ എത്ര 6 ഉണ്ടെന്നാണ് ചോദ്യം. ഈ 26ൽ എത്ര 6 ആണുള്ളത്? 4 6. 26ൽ എത്ര 6 ആണുള്ളത്? 4 6. 5 6 ആകുമ്പോൾ എന്തായി മാറും? 30 ആയി വരും. ഇവിടെ നമുക്ക് എത്രയേ ഉള്ളൂ? 26 ഉള്ളൂ. അപ്പൊ മക്കളെ എത്ര വന്നു? 4 പാർട്ട് അവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായി. 4 പാർട്ട് ഉണ്ടെന്ന് ഉറപ്പായി. ഇവിടെ നമുക്ക് എത്ര കൂടി ഉള്ളത്? 26 ആണ്. 26 ആണുള്ളത്. 4 പാർട്ട് വന്നു. ബാക്കി എത്രയാ മക്കളെ ഉള്ളത്? ബാക്കി 2 ഉണ്ട്. ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 6നകത്ത് എത്ര 2 ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 6നകത്ത് എത്ര 2 ഉണ്ട്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഇനി ഇതിനകത്ത് നമുക്ക് ഹാഫ് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ 6നകത്ത് എത്ര 2 ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം മക്കളെ, 2 2 2. എത്ര 2 കൂടുമ്പോഴാണ് 6 ആകുന്നത്? 3 2. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. നമുക്ക് എത്ര 2 ആണ് വേണ്ടത്? നമുക്ക് എത്ര 2 ആണ് വേണ്ടേ? ഇവിടെ ഇതാകാൻ വേണ്ടി നമുക്ക് 2 2ന്റെ ആവശ്യമുണ്ടോ? ഇല്ല. 24 നിന്ന് 26 ആകാൻ വേണ്ടി നമുക്ക് ഒരു 2ന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര 2 ഉണ്ടത്? ഒരു 2 ആകുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാ ഫ്രാക്ഷനിൽ എഴുതുന്നത്? ഒരു 2 ആണ്. മൊത്തം എത്ര ഭാഗമുണ്ട്? 1. ഈ 6നെ നമ്മൾ 2 ആക്കി ഡിവൈഡ് ചെയ്ത്, അതായത് 2 പാർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 6നെ നമ്മൾ 2ന്റെ പാർട്ടായി ഡിവൈഡ് ചെയ്തു. അതിനകത്ത് ഈ ഒരു 2 എന്ന് പറയുന്നത് എന്താ? മൊത്തം 3 2 ഉണ്ട്. 1 2 3. മൊത്തം 3 2 ഉണ്ട്. അപ്പൊ ഈ ഒരു 2 തന്നെ എന്ന് പറയുമ്പോൾ എന്താ? 1/3. ഇത് രണ്ടും കൂടെ 2 2 ആകുമ്പോൾ എന്താവും? 2/3. 3 2 വരുമ്പോൾ എന്തായിരിക്കും? 3/3. 3 ഭാഗം. 3 2 ഉണ്ട്. അതിൽ നമ്മൾ ഒരു 2 എടുക്കുന്നതെങ്കിൽ 3ൽ ഒരു 2. 1/3. 2 2 ആണെങ്കിലോ 2/3. 3 2 ആണെങ്കിലോ 3 2 നമ്മൾ എടുക്കുവാണെങ്കിൽ 3/3. പക്ഷെ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ ഒരു 2 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്തായി മാറും? 24 ആയിരുന്നു. നിലവിൽ 24 ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഒരു 2 കൂടെ വരുമ്പോൾ എന്തായി മാറും? 26 ആയി മാറും. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് എന്താണ് വേണ്ടത്? 4ന്റെ കൂടെ നമുക്ക് 1/3 മതി. എത്ര മതി? 4ന്റെ കൂടെ നമുക്ക് 1/3 മതി. 4 1/3 ആണ്. അതായത് ഇതിന്റെ എത്ര ടൈംസ് ആണ്? 4 1/3. അപ്പൊ നമുക്ക് ഇത് എന്ത് ഫ്രാക്ഷനാണ്? ഇതെന്ത്? അപ്പൊ നമ്മൾ ഈ കിട്ടിയ ഭാഗത്ത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇപ്പൊ മിസ് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നമ്മൾ 4 3s are 12. 12 plus 1 എന്താണ്? 13. 13/3. 13/3 അല്ലേ? 13/3 വന്നു. അതായത് ഇതിന്റെ എത്ര ടൈംസ് ആണ്? 13/3 ടൈംസ് ആണ് 26. ഇനി ഇതിന്റെ എത്ര പാർട്ടാണ് 6? 26ന്റെ എത്ര പാർട്ടാണ് 6? ഇതിന്റെ റെസിപ്രോക്കൽ 3/13. 3/13. ഇത്രയും കാര്യം നമുക്കൊക്കെ മനസ്സിലായോ? ഇതാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്.
അവിടെ ഒന്നുമില്ല, വെരി സിമ്പിൾ ആണ്. 24 വരെ നമുക്ക് കിട്ടി. ഈ 26 എത്ര ടൈംസ് ആണുള്ളത്? 4 ടൈംസ് ഉണ്ടെന്ന് കിട്ടി. ബാക്കി ഇനി എത്ര കൂടെ വേണം? 2 കൂടി വേണം. 2 കൂടെ വേണമെങ്കിലോ നമുക്ക് ഇവിടെ 6 ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. ഈ 6-നകത്ത് എത്ര 2 ഉണ്ടെന്ന് നോക്കിയാൽ മതി. 6-നകത്ത് എത്ര 2 ഉണ്ട്? 3 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ആണല്ലോ ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു 2 ആണെങ്കിൽ 1/3, 2 2 ആണെങ്കിൽ 2/3, 3 2 ആണെങ്കിലോ 3/3. നമുക്ക് ഇവിടെ 24-നും 26 ആകാൻ വേണ്ടിയിട്ട് എത്ര 2 മതി? ഒരു 2 മതി. അപ്പോൾ അത് എത്ര ഭാഗമാണ്? ഈ 3 2-ൽ ഒരു ഭാഗം മാത്രം നമുക്ക് മതി. അതെന്താണ്? 1/3 ആണ്. 1/3 നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയപ്പോൾ 13/3 ടൈംസ് 6-ന്റെ 13/3 ടൈംസ് ആണ് എന്ത്? 26 എന്ന് കിട്ടി. ഇനിയോ 26-ന്റെ 3/13 പാർട്ടാണ് എന്ത്? ഈ 6 എന്ന് പറയുന്നത്. അപ്പം ഇത് ലൈറ്റർ ബ്ലോക്സിന്റെ, കനം കുറഞ്ഞ ബ്ലോക്സിന്റെ 13/3 ടൈംസ് ആണ് എന്ത്? ഹെവിയർ ബ്ലോക്സ്, കനം കൂടിയ ബ്ലോക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 26-ന്റെ 3/13 പാർട്ടാണ് എന്ത്? 26 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കനം കൂടിയ ബ്ലോക്സിന്റെ എന്താണ്? 3/13 പാർട്ടാണ് എന്ത് പറയുന്നത്? 6 ലൈറ്റർ ആയ ബ്ലോക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും കേട്ടോ. നമ്മളിവിടെ ചെറിയ കാര്യം കൂടെ ഓർക്കാനുണ്ട്. നമ്മളിതിനെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സിമ്പിൾ മെത്തേഡിലൂടെ എങ്ങനെ ചെയ്യാന്ന്. നമുക്കിവിടെ വലിയ ബ്ലോക്സ് എത്രയാണ് കിട്ടിയേ? 26 ആണ് കിട്ടിയത്. വലിയ ബ്ലോക്സ് എത്രയാണ് കിട്ടിയത്? 26. ചെറിയ ബ്ലോക്സ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് 6. 26/6 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇതിന് ചെറുതാക്കുമ്പോൾ രണ്ടിനും കോമൺ ആയ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13 × 2 26, 2 × 3 6. മക്കളെ കിട്ടിയില്ലേ നമുക്കിവിടെ? 3 × 2 ആണ്. 3 × 2 എന്താണ്? 6 ആണ്. അപ്പോൾ രണ്ടിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 26-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 13 കിട്ടി. 6-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 3 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ സെയിം ഇവിടെ തന്നെ ഇത് തന്നെയല്ലേ? ഇത് 13/3 ആണ്. 13/3 ആണ്. ഇതൊക്കെ ചെറിയ ചെറിയ ഓരോരോ ഷോർട്ട് കട്ടുകളാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ വലിയ വഴികൾ നമ്മൾ കിട്ടിയത് എങ്ങനെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിയുകയും വേണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് അത് നോക്കുമല്ലേ? അതായത് ദ ലെങ്ത് ഓഫ് എ റിബൺ ഈസ് 2/3 ടൈംസ് ലെങ്ത് ഓഫ് സ്മോളർ റിബൺ. What part of the length of the large ribbon is the length of the small ribbon? മക്കളെ ഇവിടെ നോക്കിക്കേ. The length of a ribbon is 2/3 times of the length of the smaller ribbon. ചെറിയ റിബണിനേക്കാൾ എത്രയാണ്? എത്ര ടൈംസ് ആണ്? 2/3. മക്കളെ ഇത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇത് സ്മോൾ റിബൺ ആണ്. ഇത് സ്മോൾ റിബൺ എന്ന് കൊടുക്കുക. ഇതെന്ത് കൊടുക്കുക? ലാർജ് റിബൺ. നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്മോള്, ഇത് ലാർജ് കൊടുത്തു. 2/3 പാർട്ട്. അതെങ്ങനെ നമ്മൾ 2/3 എന്നുള്ള മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അത് നമ്മൾ എങ്ങനെ എഴുതാം? 3 × 2 6, 6 + 2 8, 8/3 ടൈംസ് ആണ്. ഈ സ്മോൾ റിബണിന്റെ എത്ര ടൈംസ് ആണ് ലാർജ് റിബൺ എന്നാ ചോദ്യം. ഡയറക്റ്റ്ലി നമുക്ക് കണ്ടെത്താം. എന്താണ്? 8/3 ടൈംസ്. എത്ര ടൈംസ് ആണ്? 8/3 ടൈംസ്. മക്കളെ എളുപ്പമല്ലേ? തന്നിരിക്കുന്നതിന്റെ എത്ര ടൈംസ് ആണ് ലാർജ് റിബൺ? സ്മോൾ റിബണിന്റെ എത്ര ടൈംസ് ആണ് ലാർജ് റിബൺ എന്നാ ചോദിച്ചത്. എത്ര ടൈംസ് ആണ്? 8/3 ടൈംസ്. അതായത് 2/3 നമ്മൾ എങ്ങനെ എഴുതാം? 3 × 2 6, 6 + 2 8, 8/3 ടൈംസ്. മക്കളെ ഈ ലാർജ് റിബണിന്റെ എത്ര പാർട്ടാണ് സ്മോൾ റിബൺ? നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. റെസിപ്രോക്കൽ എത്രയാണ് വരുന്നത്? സിമ്പിൾ ആണ്. 3/8 പാർട്ട്. 3/8 പാർട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. മിക്സഡ് ഫ്രാക്ഷൻ വന്നിരിക്കുന്നു. അതിനെ ഇതിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലാസ് കാണുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആവും. അപ്പം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ബുക്കിൽ എഴുതി നോക്കുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.